അസ്സലാമലൈക്കും. ഇനി ഞാൻ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരുന്നത്. അതിന് ഇത് 1/2 ഗ്ലാസ് നവരനെല്ലിൻ്റെ അരി കേട്ടോ. ഇത് ചായ കുടിക്കുന്ന ഗ്ലാസ്സിലാട്ടോ ഞാൻ അളക്കുന്നത്. ഇങ്ങനെ ഒരു ഡപ്പ് കൊടുന്നതാട്ടോ. അതിൽ കുറച്ച് ചെറിയൊരു പേക്ക് മരുന്നും പിന്നെ കുറച്ച് അരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1/2 ഗ്ലാസ് അരി, പിന്നെ 1/4 ഗ്ലാസ് ചെറുപയറും, പിന്നെ 1/4 ഗ്ലാസ് ഗോതമ്പിൻ്റെ നുറുക്ക്, ഗോതമ്പിൻ്റെ ഉണ്ടാവില്ല അത് കേട്ടോ. അങ്ങനെ 1 ഗ്ലാസ് മൊത്തം അങ്ങനെ എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് കുതിരാൻ വെക്കണം കേട്ടോ. 1 ഗ്ലാസ് തന്നെ ഉണ്ടാവും കേട്ടോ. ഒരു 4 ആൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. കണ്ടില്ല, 1/2 ഗ്ലാസ് അരിയും 1/4 ഗ്ലാസും 1/4 ഗ്ലാസ് അങ്ങനെ കേട്ടോ. അത് നന്നായി കഴുകി അരിച്ചിട്ട് കുതിരാൻ വെക്കണം കേട്ടോ. ഞാൻ കുക്കറിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ കുതിരാൻ വെക്കുകയാണ്. ഒരു 2 മണിക്കൂറോളം കുതിരാൻ വെച്ചിട്ടാട്ടോ വേവിക്കണം. അല്ലെങ്കിൽ ആ നവരനെല്ലിൻ്റെ അരി ഭയങ്കര വേവാണ്, വെന്ത് കിട്ടാൻ നല്ല പ്രയാസമാട്ടോ. അപ്പോൾ ഞാനിതാ 2 മണിക്കൂർ വെച്ച് പിന്നെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളം നല്ല കുറവാകും, കട്ടയിട്ടാവും ഇരിക്കുന്നത്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ലൂസ് പാകാക്കണം കേട്ടോ. നല്ല കഞ്ഞി പോലെ കുടിക്കാനുള്ള പാകാക്കണം. പിന്നെ അതാ ഒരു പാക്കറ്റ് മരുന്നുണ്ടായിരുന്നു, ഞാൻ 2-3 ദിവസം എടുത്തിട്ടാട്ടോ പിന്നെ കാണിക്കണത് വീഡിയോ. ഇതിൽ മരുന്നിൻ്റെ പൊടിയാട്ടോ. അത് ആ കർക്കിടക കഞ്ഞിയുടെ കൂട്ടിലുണ്ടാവണം, അതാണ്. അങ്ങനെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ. അതിൽ ഞാൻ വലിയ സ്പൂണ് 2 സ്പൂൺ എടുത്തിട്ട് കഞ്ഞിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളപ്പിച്ച് ആ മരുന്നൊക്കെ ഒന്ന് അതിൽ വെന്ത് കിട്ടുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല സ്പീഡിൽ കത്തിക്കണ്ട, അപ്പോൾ കൈമക്കൊക്കെ നല്ല തെറിച്ച് വരും കേട്ടോ. അപ്പോൾ അത് പൊള്ളാനുള്ളതുണ്ട്, അതുകൊണ്ട് ചെറിയ സ്പീഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക കേട്ടോ. ചെറുപയറും അരിയും ഇതൊക്കെ വെന്തിട്ട് കുറുന്നനായി വരും. ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടാട്ടോ ലൂസ് പാകാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുടിക്കാനുള്ള അത്ര ലൂസ് വേണം, കട്ട അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ രസമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പാകമായിട്ടുണ്ട്, തിളച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടവർക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു 5-6 ചെറിയ ഉള്ളി എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ നെയ്യ് തന്നെ വേണം, എണ്ണ പറ്റില്ല. എണ്ണയിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, നെയ്യിട്ടാൽ ഒന്നും കൂടിയും ടേസ്റ്റാണ്. പിന്നെ നല്ല ആരോഗ്യത്തിനും നല്ലതുമല്ലേ. നെയ്യിൽ നന്നായിട്ട് ഉള്ളി മൂപ്പിച്ചെടുക്കണം കേട്ടോ. ചുവപ്പ് കളർ വരുന്ന വരെ മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് കഞ്ഞി ഒഴിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുക്കറിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കാമല്ല, അതിലേക്ക് ഒഴിച്ചിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ടേസ്റ്റിൻ്റെ മാത്രമല്ല, ആരോഗ്യത്തിന് ഇപ്പോൾ ഈ കർക്കിടക മാസമൊക്കെ അല്ലേ, ആരോഗ്യത്തിന് നല്ലതാട്ടോ. വേദനകളും ഇതൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാനൊക്കെ ഈ മാസം കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി വിചാരിക്കുന്നു. അസ്സലാമു